മെയ് 21 ഒരു മധുവിധ യാത്രയ്ക്ക് തുടക്കം കുറിച്ച് ദമ്പതികൾ ഷില്ലോങ്ങിലെ ബാലാജി ഗസ്റ്റ് ഹൗസിൽ മുറിയെടുത്തു. അവിടെ നിന്ന് സ്കൂട്ടർ വാടകയ്ക്കെടുത്ത് പ്രശസ്തമായ ചിറാപുഞ്ചി ദിശയിലേക്കാണ് അവർ യാത്ര തിരിച്ചത്. മെയ് 22 വൈകിട്ട് നോൺഗ്രിയാറ്റ് ഗ്രാമത്തിലെ ഷിപ്പാറ ഹോം സ്റ്റേയിൽ അവർ തങ്ങുകയും ചെയ്തു. മെയ് 23 രാവിലെ 6 മണിയോടെ ഹോം സ്റ്റേ വിട്ട ദമ്പതികളെ പിന്നീട് ഒരുമിച്ച് കണ്ടത് അവസാനമായിരുന്നു. 3 അപരിചിതരായ പുരുഷന്മാരോടൊപ്പം ഇരുവരെയും കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലീസിന് മൊഴി നൽകി. മെയ് 24 ദമ്പതികൾ ഉപയോഗിച്ച സ്കൂട്ടർ സോഹിറാം എന്ന പ്രദേശത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ജൂൺ 2 തങ്ങളുടെ സംശയങ്ങൾ ദുഃഖത്തിലേക്ക് മാറിയ ദിവസം. വേസാവ്ഡോങ് വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള കൊക്കയിൽ നിന്ന് രാജയുടെ അഴുകിയ മൃതദേഹം കണ്ടെത്തി. ജൂൺ 7 കേസിൽ വലിയ മുന്നേറ്റമായി മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമുള്ള 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജയുടെ ഭാര്യ സോനയെ ജൂൺ 8 ഗാസിപൂരിൽ നിന്ന് കണ്ടെത്തുകയും അവൾ പോലീസിനെ കീഴടങ്ങുകയും ചെയ്തു. പോലീസ് അന്വേഷണം ശക്തമായി തുടരുകയാണ്. ഷില്ലോങ്ങിലും ചിറാപുഞ്ചിയിലുമായി ദമ്പതികൾ എത്തിയതിന്റെയും യാത്ര തിരിച്ചതിന്റെയും CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. സ്കൂട്ടറിലെ GPS ഡാറ്റ പരിശോധിച്ചതിലൂടെ ദമ്പതികളോടൊപ്പം മറ്റു ചിലരും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു. ഈസ്റ്റ് ഗാസി ഹിൽസിലെ പ്രശസ്തമായ വേസാവ്ഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപം ജൂൺ 2 കണ്ടെടുത്ത രാജയുടെ മൃതദേഹം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചുവെങ്കിലും കേസിന് പുതിയ വഴിത്തിരിവ് നൽകിയത് ഭാര്യ സോനത്തിന്റെ കീഴടങ്ങലാണ്. ഞായറാഴ്ച രാത്രിയോടെ നൻഗഞ്ച് പോലീസ് സ്റ്റേഷനിലെത്തിയ സോനം കർശനമായ അന്വേഷണ സമ്മർദ്ദം നേരിടാനാകാതെ കീഴടങ്ങുകയായിരുന്നു. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4 ആയി. അറസ്റ്റിലായവരിൽ 3 പേരെയും നേരത്തെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലെ ഇൻഡോറിലുമാണ് പിടികൂടിയത്. സോനത്തെ മേഘാലയയിലേക്ക് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഡാൾട്ടൺ P. മറാക് വാർത്താ ഏജൻസിയായ IANS-നോട് പറഞ്ഞു. പോലീസിന്റെ നിഗമനമനുസരിച്ച് ഭർത്താവായ രാജയെ വഞ്ചിച്ച് വാടക കൊലയാളികളെ ഏൽപ്പിച്ച് തനിക്കിഷ്ടമില്ലാതിരുന്ന വിവാഹബന്ധം അവസാനിപ്പിക്കാനാണ് സോനം നീക്കമെടുത്തത്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഇനിയും ഒരാൾ കൂടി പിടിയിലുണ്ടാകാനുണ്ടെന്നും അന്വേഷണം തുടരുമെന്നും പോലീസ് വ്യക്തമാക്കി. സോനത്തിനെതിരായ കൊലപാതക ആരോപണം ശക്തമായി നിഷേധിച്ചിരിക്കുകയാണ് കുടുംബം. തന്റെ മകൾ നിരപരാധിയാണെന്നും നീതിക്ക് വേണ്ടി അന്വേഷണം ആവശ്യമാണെന്നും പിതാവ് ദേവി സിംഗ് പറഞ്ഞു. ജൂൺ 8 ഗാസിപൂരിലെ ഒരു ധാബയിലെത്തിയ മകൾ സഹോദരനെ വിളിച്ചു. ആ സമയത്താണ് പോലീസ് എത്തി അവളെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് കഥകളെ വളച്ചൊടിക്കുകയാണ്. CBI അന്വേഷണം നടക്കട്ടെ, സത്യം ജനങ്ങൾ അറിയുമെന്നും ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് സോനത്തിന്റെ പിതാവ് പറഞ്ഞു. ഈ ദുരന്തമായ യാത്രയുടെ പിന്നാമ്പുറത്തിൽ നടന്നത് എന്താണ്? കാത്തിരിക്കുന്നു.